പ്രതിഷേധം ഉണ്ടായ ആള് തന്നെ അവസാനം ഫിനാലെ വരെ എത്തി എന്നുള്ളത്. അതിന് കുറെയൊക്കെ മറുപടികളായിട്ടും ഇല്ല, ഈ ആക്ഷേപഹാസ്യ യെല്ലോ രൂപേണയൊക്കെ കാർഡ് വന്നിരുന്നു. കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്ന അഭിഷേകം എന്ന് വെച്ചാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. മാറി. ഈ വേറെ ഈ കമ്മ്യൂണിറ്റി വയലേഷൻസ് ഒന്നുമില്ല, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ആള് ഫിസിക്കൽ ഗെയിമൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ കണ്ടിന്യൂസ്ലി കണ്ടിട്ടില്ല, പക്ഷെ കാണുന്ന ഇതിലൊക്കെ നന്നായിട്ട് തന്നെ എവിടേക്കോ ഈ കളിക്കുന്നുണ്ട്. അഭിഷേക് ശ്രീകുമാറിന്റെ എൻട്രി എന്നുള്ളത് ഈ LGBT അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നില്ലായിരുന്നു. അതല്ലോ എവിടെയൊക്കെ ഇതൊരു മൊമെന്റിൽ അല്ല, ഞാനൊരു ബിഗ് ബോസ് എനിക്കറിയില്ല കണ്ടസ്റ്റന്റ് ആളുടെ ആണെന്നുള്ളത് റിയലൈസ് ചെയ്തോ? എങ്ങനെ ആ വ്യത്യാസം മനസ്സിലായിരുന്നു? എങ്ങനെയാണ് കേട്ടില്ല. ഒരു LGBT അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് അഭിഷേകിന് ഉണ്ടായെന്ന് ഏതോ ഒരു തോന്നുന്നുണ്ടോ? പോയിന്റ് ഓഫ് ടൈമിൽ അത് ഉണ്ടായി എന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു പുള്ളി കയറിയത് തന്നെ ഈ ഒരു LGBT കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം കയറിയത്, എനിക്കറിയത്തില്ല. ഓക്കെ. പക്ഷേ അത് ഫസ്റ്റ് വീക്ക് തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. ബിഗ് ബോസ് ടീം തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരു കാര്യങ്ങളും ആൾക്ക് ആൾ ഉദ്ദേശിച്ച പാത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അങ്ങോട്ട് ബിഗ് ബോസിന്റെ വീടിന്റെ നേച്ചർ എങ്ങനെയാണോ അതുമായിട്ട് യോജിച്ച് പോകേണ്ടി വന്നു. ഓക്കെ. എവിടേക്കോ ഒരു അഭിഷേക് ശ്രീകുമാർ ഒരു പെയിൻ തന്നപ്പോ അല്ലെ, അല്ലെങ്കിൽ ഒരു പക്ഷെ ഇത്തരം എന്താ പറയാ വാക്കുകൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടാണെങ്കിൽ പോലും വന്നപ്പോ അപ്പുറത്തൊരു അഭിഷേക് കുറെയൊക്കെ ഒരു പ്രതീക്ഷയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ? അഭിഷേക് എസ്. അപ്പൊ എനിക്ക് തോന്നുന്നു അഭിഷേകിന്റെ ഒരു ഐഡന്റിറ്റി ശരിക്കും ഈ ഷോയിലൂടെയാണ് റിവീൽ ചെയ്യുന്നത്. ഐ മീൻ ഫാമിലി വരെ അറിയുന്നത്. അതേ ഫാമിലി തന്നെ ഷോയ്ക്ക് അനുസരിച്ച് അഭിഷേക് തന്നെ അമ്മയുടെ പറഞ്ഞു. കൂടെയുള്ള വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി നേരത്തെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അഭിഷേക് ആയിട്ട് ഞാനൊരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. ഒരു ബ്യൂട്ടി പേജിന്റെ ഒരു വിഷയം പറഞ്ഞ് ഞാൻ അഭിഷേകും തമ്മിൽ ഭയങ്കര വലിയൊരു അടിയായിട്ടുണ്ട്. എന്തായിരുന്നു അത് ലൈക്ക് ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി എന്ന് പറയണത് നമ്മുടെ ഇന്നർ ബ്യൂട്ടി ആണ് എന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷെ എന്നിട്ട് പിന്നെ എന്തിനാണ് പോയി സർജറി ചെയ്ത് ബ്യൂട്ടിഫുൾ ആവാൻ നോക്കുന്നതെന്നുള്ള ആ ഒരു വാദമായിട്ട് അഭിഷേക് അന്ന് വന്നിരുന്നു. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, ഞാൻ പുറത്ത് എന്ത് ചെയ്താലും അതുകൊണ്ട് ഞാൻ ബ്യൂട്ടിഫുൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഈ മുടി ഇങ്ങനെ ഇട്ടുകൊണ്ടോ, ഞാൻ മേക്കപ്പ് ഇട്ടതുകൊണ്ടോ, ലിപ്സ്റ്റിക് ഇട്ടതുകൊണ്ടോ, കണ്ണെഴുതിയത് കൊണ്ടോ ഞാൻ ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ സ്റ്റിൽ ഐ ഡോണ്ട് ബിലീവ്. ഞാൻ എൻ്റെ പേഴ്സണാലിറ്റിയാണ് എൻ്റെ സൗന്ദര്യം. ഞാൻ എന്താ പറയാ, ഞാൻ എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നത്, ഞാൻ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് എൻ്റെ സൗന്ദര്യമായിട്ട്. യെസ്, വ്യക്തിത്വമാണ് സൗന്ദര്യം. അപ്പൊ ഈ ക്യാരക്ടറിനെ ഈ ആന്തരികമായിട്ടുള്ളത് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം നമ്മളെ കാഴ്ചപ്പാട് സൗന്ദര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നമ്മൾ എവിടേക്ക് ആ രൂപത്തിൽ അത് കൊടുക്കാൻ നോക്കുന്നില്ലേ? കോസ്റ്റ്യൂമിലാണെങ്കിലും അത് നമ്മളുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ എനിക്ക് ഈ ഒരു കമ്മൽ ഇടണം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കണ്ണു നോക്കാൻ നേരത്ത് എനിക്കിത് ഇട്ടിട്ടൊരു പരിപാടിക്ക് പോകണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു തോന്നലാണത്. അതല്ലാതെ അതും ഈ പറയുന്ന ഈ ഒരു സൗന്ദര്യവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല. ഇല്ല. സോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ അതനുസരിച്ചാണോ ഡ്രസ് ചെയ്യാറുള്ളത്? ഞാൻ കൂടുതലും സാരി തന്നെയായിരിക്കും എപ്പോഴും ഇടുന്നത്. സാരി, ചുരിദാർ, കൂടുതലും ട്രഡീഷണൽ വിയേഴ്സ്. ശരിക്കും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യാറ്. പോകുന്ന ഫംഗ്ഷന് ഇത്തരത്തിലുള്ള ഡ്രസ്സാണ് ആവശ്യം, എന്നെ ഇങ്ങനെ കാണാതായിരിക്കും നല്ലത്, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. കോൺഷ്യസ്നെസ് എന്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഞാൻ ധരിക്കുന്നത്. അപ്പൊ ഭാഗ്യമായ സൗന്ദര്യത്തിൽ ഇഷ്ടമുണ്ട്. സൗന്ദര്യം അല്ലല്ലോ അത്, ഭാഗ്യമായ രൂപത്തിൽ. ഞാൻ പല പരിപാടികൾക്ക് ഒരു മേക്കപ്പ് ഇടാതെ പോകാറുണ്ട്. ചിലപ്പോ ലിപ്സ്റ്റിക് മാത്രം ഇട്ടുകൊണ്ട് പോകാറുണ്ട്. ഇപ്പൊ ഞാൻ കുറെ മേക്കപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ എങ്ങനെ പോയാലും ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. എന്റെ കോൺഫിഡൻസ് ആണ് എന്റെ ഒരു സൗന്ദര്യമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ എവിടെ പോയാലും എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് ആൾക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ എന്ന വ്യക്തിയെ എനിക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് എന്റെ ബ്യൂട്ടി. ഞാൻ സാരി അല്ല ഉടുത്തെങ്കിലും ഞാനിപ്പോ ഒരു ടോപ്പും ജീൻസും ആണെങ്കിലും ഞാൻ അവിടെ കോൺഫിഡന്റ് ആണ്, ഞാൻ സുന്ദരിയാണ് എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. അപ്പൊ ഞാനിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ഡ്രസ്സുകളും ചേരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന സൗന്ദര്യമാണ് കുറെ സംതൃപ്തി തരുന്നത്, അത് മറ്റൊരാൾ പറഞ്ഞു കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി തരിക. എനിക്ക് എന്നെ കണ്ണാടി നോക്കാൻ നേരത്ത് കാണുന്ന ഒരു ഇതിലാണ് സംതൃപ്തി വരുന്നത്. കണ്ണാടി നോക്കിയിട്ട് യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ തന്നെ പറയാറുണ്ട് എപ്പോഴും. അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ പോയിക്കാണെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടെന്ന് പറയും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും, നമ്മൾ എത്രയൊക്കെ കാലം മാറ്റാത്ത മറക്കാത്ത ചിലൊരു മൊമെന്റ്. ശരിക്കും അത്തരത്തില് ഒരു ബെസ്റ്റ് മൊമെന്റ് ശരിക്കും ഏതാ? എനിക്ക് അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛൻ. എൻ്റെ
ഐഡന്റിറ്റി തുറന്നു പറഞ്ഞപ്പോൾ അച്ഛൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ആ ഒരു ഇൻസിഡന്റ് ആണ്. അച്ഛൻ അത് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞു, 6 വർഷം മുമ്പേ അറിയായിരുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴും ചോദിച്ചിട്ടില്ല. ഇപ്പോഴും അത് ചുരുളഴിയാത്തൊരു രഹസ്യമായിട്ട് എനിക്ക് തോന്നുന്നു ശ്രുതിക്ക് അത് അറിയണമെന്നും ആഗ്രഹമില്ല, അത് അച്ഛനിൽ എന്നിരിക്കട്ടെ, അങ്ങനെ തന്നെ നിക്കട്ടെ എന്നാ. ഞാൻ ഇതുവരെയായിട്ടും അത് ഞാൻ ചോദിക്കത്തുമില്ല. മേ ബി ഈ ഇന്റർവ്യൂ കാണുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ വന്ന് ഇങ്ങോട്ട് വന്ന് പറയുവാണെങ്കിൽ പറയട്ടെ. ചിലപ്പോൾ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അച്ഛൻ പറയാ എന്തുകൊണ്ട് ഒരു പക്ഷെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ശ്രുതിയുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത്. ട്രാൻസ് വുമൻ ആണെങ്കിലും ട്രാൻസ്മെനിലോട്ട് മാറുമ്പോഴാണെങ്കിലും ഈ പലപ്പോഴും ഈ ഫീലിങ്സ്, ഇമോഷൻ, പ്രണയം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ സൊസൈറ്റിക്ക്. ഇതേ കൺഫ്യൂഷൻ നിങ്ങൾക്കും ഉണ്ടോ? ശരിക്കും എന്താണ് ഇഷ്ടങ്ങളും താല്പര്യങ്ങളും? ഇല്ല, കൺഫ്യൂഷൻ ഉള്ള ആളുകളും കൺഫ്യൂഷൻ ഇല്ലാത്ത ആളുകളും എല്ലാ ജെൻഡേഴ്സിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ സിസ്റ്ററിന്റെ മെയിലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പ്രണയത്തിന്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ക്യൂർ ആയിട്ടുള്ള ആളുകളിലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ പ്രണയം എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരു വികാരമാണ്. അതിപ്പോ ഏത് സെക്ഷുവാലിറ്റി ഉള്ള ഒരാൾക്കും മറ്റൊരാളോട് തോന്നാം എന്നുള്ളതാണ്. അതിനങ്ങനെ പരിമിതികളില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രുതിക്ക് അത്തരത്തിൽ കുറേ പ്രണയാഭ്യർത്ഥനകൾ കിട്ടിയിട്ടുണ്ട്. പ്രണയ അഭ്യർത്ഥനകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട്. ഷൈ കുറച്ചൊക്കെ ബ്ലഷ് ചെയ്തിട്ടുണ്ടല്ലോ, കിട്ടിയിട്ടുണ്ട്. അത്തരത്തില് കൂടുതൽ എവിടെയെങ്കിലും അത്തരത്തില് അതില് ട്രാൻസ് വുമൺ അല്ല എന്ന് അറിയാതെ വരെ വന്നിട്ടുള്ള പ്രപ്പോസലും ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അത് അറിഞ്ഞിട്ട് അവര് പോയിട്ടുമുണ്ട്. അങ്ങനെ നിലനിന്നിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എന്നെ കുറെ നാളായിട്ട് ഞാൻ ഭയങ്കര കംഫർട്ട് സോൺ ആണ്. എന്നുമായിട്ട് സംസാരിക്കുന്ന ആൾക്ക് ഞാൻ ഭയങ്കര കമ്പനി ആയിരിക്കും എപ്പോഴും. എന്നുമായിട്ട് സംസാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എനിക്ക് വർഷങ്ങളായിട്ട് കമ്പനിയുള്ള ആൾക്കാരൊക്കെ സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ വേറെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവുമല്ലോ. ബീങ് എ ട്രാൻസ് വുമൺ, ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് ഉണ്ടാവുന്ന അവരുടെ കൺസേൺസ് ഉണ്ടാവുമല്ലോ. കിഡ്സ് വേണം എന്നുള്ള ആ സംഭവങ്ങളൊന്നും പോസിബിൾ അല്ല. അപ്പൊ അങ്ങനത്തെ കൺസേൺസ് ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ഞാൻ കൂടുതലും അങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കാറില്ല. പിന്നെ അങ്ങനെ തോന്നിയിട്ടുള്ളതും ഉണ്ട്, മനസ്സുകൊണ്ട് ആഗ്രഹം ഉള്ളതും ഉണ്ടായിട്ടുണ്ട്, ഇല്ലാത്തതും ഉണ്ട്. അത്തരത്തിൽ ഓർത്തെടുക്കുന്ന ഒരു പ്രണയം അല്ലെങ്കിൽ പ്രണയാഭ്യർത്ഥന ഏതായിരുന്നു? അയ്യോ, അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, അതിപ്പോ പേര് പറഞ്ഞത് സന്ദർഭം പറഞ്ഞാൽ മതി. ട്രിവാൻഡ്രത്തുള്ളൊരു ഫ്രണ്ടാണ്. ആളിങ്ങനെ ഞാൻ വർക്ക് ചെയ്ത് അവിടെയായിരുന്നു. അപ്പൊ അവിടെ 3 വർഷം വർക്ക് ചെയ്ത സമയത്ത് പുള്ളിയായിട്ട് നല്ല പരിചയമായിരുന്നു. പുള്ളി ഇങ്ങനെ സീരിയസ് ആയിട്ട് അതിനകത്ത് പറഞ്ഞു, ഞാൻ തമാശക്ക് പറയുന്നതല്ല, സീരിയസ് ആയിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വന്നു. അത് ഭയങ്കര പൈങ്കിളി ഇതൊന്നും അല്ല, ഞാൻ അങ്ങനെ പൈങ്കിളി ടൈപ്പ് അല്ല കേട്ടോ. ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ളൊരു പ്രണയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ മെച്യൂർഡ് ആയിട്ട് തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്. ഞാനത് വേണ്ടെന്ന് ഞാൻ അങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ ഇപ്പൊ എനിക്ക് കരിയർ ഫോക്കസ് ചെയ്യണം, അങ്ങനെയൊക്കെ. നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. ഈ പ്രണയത്തിലുള്ള വിശ്വാസം ശ്രുതിക്ക് കല്യാണത്തിലുണ്ടോ, വിവാഹത്തിലുണ്ടോ? ഇല്ല, ഞാൻ കൂടുതലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഒരു ലിവിങ് ടുഗദറുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടായിരിക്കും ഭാവിയിൽ ഓപ്റ്റ് ചെയ്യുക. അങ്ങനെ പ്ലാനൊന്നും ഇല്ല ഇപ്പൊ, അങ്ങനെ ആരും ഇല്ല മനസ്സിൽ. ഇല്ല, ഐ മീൻ വിവാഹം എന്നുള്ളൊരു അല്ല, ഞാൻ ഓൾറെഡി ബ്രോക്കൺ ആണ്. ഞാൻ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നും കരകയറിയിട്ടില്ല. ഞാൻ അവിടെ തന്നെ നിൽക്കുക. ശ്രുതിയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ദയയെ കുറിച്ച് ചോദിക്കാതെ വയ്യ അല്ലേ? ദയവും ഞാനും സെപ്പറേറ്റഡ് ആയി കുറച്ച് നാളായി. അതേപ്പോ വേറൊരു റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. ശ്രുതി സ്റ്റക്കായി നിൽക്കുന്നതിൽ തന്നെയാണോ മൂവ് ഓൺ ചെയ്യാത്തത്? ഞാൻ ദയയുടെ റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ല. ദയയുടെ റിലേഷൻഷിപ്പിൽ ഞാൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ആണോ അതോ ബ്രേക്കപ്പ് ആയിട്ട് മൂവ് ഓൺ? മേ ബി കൺഫ്യൂഷൻ ആയിരിക്കും. എനിക്ക് പുതിയ ഒരാളെ പറ്റി ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. അത് ഈ കിട്ടിയ അനുഭവങ്ങളിൽ എവിടെയൊക്കെയോ ആളുകളെ കാണുന്നതിൽ ജനറലൈസ് ചെയ്ത് കാണുന്ന രീതിയാണോ? അങ്ങനെയുണ്ടോ? എനിക്കോ കിട്ടിയ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് ഇനി വരുന്നവരും അങ്ങനെയായിരിക്കും, അത്തരത്തിൽ അനുഭവങ്ങളായിരിക്കും? ഇല്ല, വരുന്ന ആൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതുപോലത്തെ സിമിലർ വേറെ അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. മാത്രമല്ല ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് ഡൗൺ ആയി പോകുന്ന പ്രതീക്ഷയോ? ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ ലോകം എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അത് ഡിപ്പെൻഡഡ് ആവും. അത് ഭയങ്കര അങ്ങനെ ലോയൽ പറ്റില്ലല്ലോ, അങ്ങനെ പറ്റരുതല്ലോ.
അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫ്യൂച്ചർ അവിടെ കളയേണ്ടി വരും. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഞാൻ ആള് എനിക്ക് മെസ്സേജ് അയക്കാതിരുന്നാൽ ഭയങ്കര ഡൗൺ ആകും, കോൾ ചെയ്യാതിരുന്നാൽ ഡൗൺ ആകും, ദേഷ്യപ്പെട്ട് ഡൗൺ ആകും. അപ്പൊ എല്ലാ കാര്യത്തിനും ഡൗൺ ആകുന്ന പോസസീവ് ആണ്. ഞാനോ അല്ല, അത്രയ്ക്ക് ഇതൊന്നും അല്ല, എന്നാലും ആണ്